ഹലോ ഗായ്സ്, അഗസ്റ്റീൻസ് മിനി ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. കാഴ്ചയ്ക്കപ്പുറം കാഴ്ചപ്പാടുകളും അറിവിനപ്പുറം തിരിച്ചറിവുകളും അനുദിന ജീവിതത്തിലെ അത്യാവശ്യങ്ങളെ സാധൂകരിക്കുന്നതിന് ഉപകരിക്കത്തക്ക വിധം ക്രമീകരിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതിന് നേതൃത്വം നൽകുന്നത് ജോണി എന്നറിയപ്പെടുന്ന അഗസ്റ്റിൻ ജോസഫാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോണി പാപ്പൻ. പാപ്പ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ്? അഗസ്റ്റിൻ ട്രീ. അതെ, അഗസ്റ്റീൻസ് ട്രീ. കാലാവസ്ഥാ വ്യതിയാനവും ഹരിതരഹിത സംസ്കാരത്തിന്റെ വ്യാപനവും നാടിന് വിപത്താണെന്ന തിരിച്ചറിവിൽ നിന്നാണ് അഗസ്റ്റീൻസ് ട്രീ രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. പച്ചപ്പിന്റെ സൗഹൃദത്തെയും അലങ്കാരത്തിന്റെ പുതപ്പാക്കി മാറ്റുന്ന നവീന ആശയമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. മരം ഒരു വരം എന്ന സന്ദേശത്തെ നാടിന് നൽകുക കൂടിയാണ് ഇവിടെ. ഈ ആശയം മനസ്സിൽ തോന്നാനുള്ള കാരണം എന്താണ്? ചൂട് അനുഭവിക്കുന്ന ജനങ്ങളുടെ ചൂട് മാറ്റാൻ വേണ്ടി ഞാനൊരു പദ്ധതി ആവിഷ്കരിച്ചതാണ്. ഇത് വിപണിയിൽ എത്തിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? തീർച്ചയായും. വീടിന് തണൽ നൽകുന്നതിന് അത്യുത്തമമാണിത്. ഇലപൊഴിച്ചിലില്ലാത്തതിനാൽ മുറ്റം വൃത്തികേടാവില്ല എന്ന് മാത്രമല്ല, മുറ്റം ക്ലീൻ ചെയ്യേണ്ട ആവശ്യവുമില്ല. മരം വെട്ടി നശിപ്പിക്കുന്ന സംസ്കാരത്തിൽ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ അഗസ്റ്റീൻസ് ട്രീ പച്ചപ്പ് നിലനിർത്തും. സൂര്യൻ്റെ ഭ്രമണപഥത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം നടാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. മണ്ണും വളവും വെള്ളവും ആവശ്യമില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു ലാഭം. ആഴത്തിലുള്ള വേരുകളില്ലാത്തതിനാൽ വീടുകൾക്കോ കെട്ടിടങ്ങൾക്കോ കേടുപാടുകൾ സംഭവിക്കുകയില്ല. മരം ഒടിഞ്ഞു വീഴുമെന്ന പേടിയുമില്ല. വീടിനോട് ചേർന്നും എന്തിനേറെ വീടിൻ്റെ മുകളിൽ തന്നെയും നമ്മുടെ ട്രീ അതിപ്രൗഢിയോടും തലയെടുപ്പോടും കൂടെ ഉയർന്നു നിൽക്കും. അഗസ്റ്റീൻസ് ട്രീയുടെ വിവിധ രൂപകൽപ്പനകൾ ഉപയോഗിച്ച് പാടങ്ങളിലും കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിലും തണലേകുവാനും ഉപകരിക്കുന്നതാണ്. ക്രിസ്മസ് ട്രീയായും ഉപയോഗിക്കാം എന്നതാണ് മറ്റൊരു സവിശേഷത. തണൽ ആവശ്യമായ സ്ഥലങ്ങളിൽ കാർ ഷെഡ്, വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റു കാർ പാർക്കിങ്ങിനും തണൽ നൽകാൻ ഇത് ഉപകരിക്കും. ഈ പരീക്ഷണത്തിൻ്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇനിയും നവീകരണം സാധ്യതമാകും. തീർച്ച. അതിനായുള്ള കൂടുതൽ ഗവേഷണത്തിലാണ് ഞങ്ങൾ.